ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് മനോഭാവം. ചിലർ ഒന്നുമില്ലാതെയും വിജയിക്കുന്നു, ചിലർ എല്ലാം ഉള്ളപ്പോഴും പരാജയപ്പെടുന്നു. എന്തുകൊണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒരൊറ്റ ഉത്തരം, ഒറ്റ വാക്കിൽ: ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ മനോഭാവം. ഇത് ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ഒരു കഥയാണ്. ഇത് അവസാനം വരെ കാണും. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു തീ കൊളുത്തും, അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കൈകളും കാലുകളും ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുമെന്ന്? അങ്ങനെ ജനിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നിക് വൂയിസിച്ച്. 1982 ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം ജനിച്ചത്. കൈയും കാലുകളും ഒന്നുമില്ലാതെ. ആ ഒരു സാഹചര്യം തന്നെ നമുക്ക് ഇമാജിൻ ചെയ്താൽ മനസ്സിലാകും അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. സ്കൂളിൽ അവന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു. സുഹൃത്തുക്കൾ നിരസിച്ചു. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്താനായിട്ട് ഇതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ടല്ലോ. ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ എന്തിന് ജീവിക്കുന്നു എന്നൊരു തോന്നലിലേക്ക് തന്നെ ആ കുട്ടി എത്തിച്ചേർന്നു. പക്ഷെ ഒരു ദിവസം അവൻ തിരിച്ചറിഞ്ഞു, അവനവൻ്റെ ശരീരം മാറ്റിമറിക്കാനാവില്ല, പക്ഷേ അവൻ്റെ മനോഭാവം മാറ്റാൻ സാധിക്കും. അങ്ങനെ അവൻ തീരുമാനിച്ചു അവൻ്റെ അവസ്ഥയെ ഒന്ന് വിജയമാക്കിയെടുക്കാനായിട്ട്. അവൻ സ്വയം സംസാരിക്കാൻ ആഗ്രഹിച്ചു, ജീവിതത്തോട് സംസാരിച്ചു, മറ്റുള്ളവരോട് സംസാരിച്ചു, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇന്ന് അദ്ദേഹം ലോകപ്രശസ്തനായൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, അതുപോലെ ഒരു ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹം ഒരു സംഘടന, ലൈഫ് വിതൗട്ട് ലിംസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപകനാണ്. 70-ലധികം രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുകയും ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വ്യക്തികളെ അദ്ദേഹം സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പറയുന്ന ഒരൊറ്റ വാക്കാണ്: ആറ്റിറ്റ്യൂഡ് ഈസ് മോർ പവർഫുൾ ദാൻ സർക്കംസ്റ്റാൻസസ്. നമ്മുടെ സാഹചര്യങ്ങളല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് സാഹചര്യങ്ങളെക്കാൾ വളരെ പവർഫുൾ. ഇപ്പോൾ ലോകം അവനെ ഡിസേബിൾഡ് എന്ന് വിളിച്ചായിരിക്കാം, പക്ഷേ അവൻ്റെ മനോഭാവം അവനെ അൺബ്രേക്കബിളാക്കി മാറ്റി. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ചില പാഠങ്ങളുണ്ട്. പരിമിതികളിലല്ല, നമ്മൾ സാധ്യതകളിലാണ് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ജീവിതം നമുക്ക് പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കണം. നമ്മുടെ മനോഭാവം നമ്മൾ മാറ്റിയിട്ട് ചോദിക്കണം, എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും? നമ്മൾ പ്രശ്നത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വീണ്ടും വളരുകയുള്ളൂ. അതേസമയത്ത് സാധ്യതകളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും.